നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. സമഗ്ര ശിക്ഷ കേരളയും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയും ചേർന്നൊരുക്കുന്ന സ്ട്രീം ഹബിന്റെ ജില്ലാതല ഉദ്ഘാടനം ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺ ഞാറ്റുവെട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DPO ബ്രിജി KB പദ്ധതി വിശദീകരിച്ചു. കുസാറ്റ് ഡയറക്ടർ ഡോക്ടർ ഷൈജു P മുഖ്യാതിഥിയായിരുന്നു. BPC സത്യപാലൻ KR, PTA പ്രസിഡന്റ് ഭക്തവത്സലൻ എന്നിവർ ആശംസകൾ നേർന്നു. പ്രിൻസിപ്പൽ MK മുരളി സ്വാഗതവും പ്രധാന അധ്യാപിക ലത TK നന്ദിയും പറഞ്ഞു. നൂതനാശയങ്ങൾ, ഇന്നോവേറ്റീവ് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് ആവശ്യമുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കുകയും സമൂഹം വ്യത്യസ്ത മേഖലകളിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നിരവധി പുത്തനാശയങ്ങളാണ് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം ഈ കാലയളവിൽ നിർദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥികളുടെ നൂതനാശയങ്ങളെ ഇത്രമേൽ പ്രോത്സാഹിപ്പിച്ച ഒരു കാലം മുൻപ് ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് സന്തോഷപൂർവ്വം പറയാനുള്ളത്. യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്ന പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ പ്രയോഗത്തിൻ്റെ രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ 5 ലക്ഷം രൂപ ധനസഹായവും മെന്ററിങ്ങും ഗൈഡൻസും, അതായത് അവർക്ക് വഴികാട്ടുന്ന മാർഗനിർദ്ദേശ പ്രവർത്തനങ്ങളുമെല്ലാം സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ കൈകോർത്ത് പിടിച്ച് നൽകുകയാണ്. കേരള നോളജ് ഇക്കോണമി മിഷൻ, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ തുടങ്ങിയ ഏജൻസികളെല്ലാം ഇന്ന് ക്യാമ്പസുകളിൽ, അതായത് സ്കൂളുകളിലും കോളേജുകളിലും കൊച്ചുമിടുക്കികളും മിടുക്കന്മാരും മുന്നോട്ട് വയ്ക്കുന്ന നൂതനാശയങ്ങൾ ഏറ്റെടുത്ത് അതിനെ പ്രയോഗതലത്തിലേക്ക് കൊണ്ടുപോകാനും പിന്നീട് വിപണിയുമായി ബന്ധപ്പെടുത്താനും പേറ്റന്റുകൾ നേടിയെടുക്കാനും ഒക്കെ ഈ കൊച്ചു പ്രതിഭാശാലികളെ സഹായിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നുണ്ട്. ഒട്ടേറെ നൂതനാശയങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ക്രൈസ്തവ സമൂഹത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളോടും ആവശ്യങ്ങളോടും രാഷ്ട്രീയ കക്ഷികൾ സ്വീകരിച്ചിട്ടുള്ള നിസ്സംഗതാ മനോഭാവം തിരുത്തണമെന്ന് ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ. അധികാരത്തിലേറിയാൽ ഇത്തരം പ്രശ്നങ്ങളോട് എന്ത് നടപടിയെടുക്കുമെന്ന് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിലെങ്കിലും നേതൃത്വം വ്യക്തമാക്കണം. ഇരിങ്ങാലക്കുട രൂപത പാസ്റ്ററൽ കൗൺസിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രൈസ്തവർ കാലങ്ങളായി മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നങ്ങൾക്കൊന്നും ഒരു മുന്നണിയും പാർട്ടിയും ഫലപ്രദമായ പരിഹാരം നിർദ്ദേശിക്കുന്നില്ല. ന്യൂനപക്ഷ അവകാശങ്ങളുടെ ലംഘനവും കുടുംബങ്ങളെയും സമൂഹത്തെയും തകർക്കുന്ന മദ്യനയവും മലയോര കർഷക പ്രശ്നങ്ങളും തീരദേശ നിവാസികളുടെ ആവശ്യങ്ങളും ക്രൈസ്തവ സമൂഹത്തിന്റെ തുടരുന്ന ആശങ്കകളാണ്. ഈ സാഹചര്യത്തിൽ പൊതുസമൂഹത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറപ്പുള്ള സത്യസന്ധരായ ജനപ്രതിനിധികൾ മുന്നോട്ടു വരാൻ വിവേകപൂർവ്വം വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് മാർ പോളി കണ്ണൂക്കാടൻ ആഹ്വാനം ചെയ്തു. ക്രൈസ്തവ സമുദായ ശാക്തീകരണം നല്ലൊരു നാളേക്കായി എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയ്ക്ക് KCBC ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ മൈക്കിൾ പുളിക്കൻ, മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സണും സംരംഭകയുമായ ജോയ്സ് മേരി ആന്റണി, ചങ്ങനാശ്ശേരി അതിരൂപത PRO അഡ്വക്കേറ്റ് ജോജി ചിറയിൽ എന്നിവർ നേതൃത്വം നൽകി. അഡ്വക്കേറ്റ് ഷൈനി ജോജോ ചിറ്റിലപ്പിള്ളി മോഡറേറ്ററായിരുന്നു. വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ആൻഡ്രു ആലപ്പാടൻ, മോൺസിഞ്ഞോർ ജോസ് മാളിയക്കൽ, മോൺസിഞ്ഞോർ വിൽസൺ ഇരത്തറ, പാസ്റ്ററൽ കൗൺസിൽ ജനറൽ സെക്രട്ടറി ഫാദർ ഡോക്ടർ റിജോയ് പഴയാറ്റിൽ, സെക്രട്ടറിമാരായ ജിയോ ജോസ്, അഡ്വക്കേറ്റ് ആൻലിൻ ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. ഇരിങ്ങാലക്കുട കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, IMA ഇരിങ്ങാലക്കുട, WIMA ഇരിങ്ങാലക്കുട എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൗജന്യ സ്തന ഗർഭാശയ ക്യാൻസർ നിർണയ ക്യാമ്പ് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ പ്രസിഡന്റ് കൂടിയായ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. IMA പ്രസിഡന്റ് ഡോക്ടർ ശ്രീനാഥ് V നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വേളുക്കര ഗ്രാമപഞ്ചായത്ത് അംഗം ദീപ രാജേഷ് മുഖ്യാതിഥിയായിരുന്നു. കൊച്ചി റിനൈ മെഡിസിറ്റിയിലെ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ റോജ ജോസഫ് ക്ലാസ് എടുത്തു.
IMA സെക്രട്ടറി ഡോക്ടർ അഞ്ജു കെ ബാബു സ്വാഗതവും ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ നദാനിയൽ തോമസ് നന്ദിയും പറഞ്ഞു. ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ മാമോഗ്രാമിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് അന്ന് എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസറിൻ്റെ യാതൊരു ലക്ഷണങ്ങളും പ്രകടമായിരുന്നില്ല. ക്യാൻസറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. പക്ഷെ മാമോഗ്രാം ഇവിടെ പുതിയതായിട്ട് സ്ഥാപിച്ചു. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞു. ഞാൻ അവരോട് ആവശ്യപ്പെട്ടതും അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടതുമായിരുന്നു, ഒന്ന് സ്ക്രീനിങ് നടത്തി നോക്കാം, മാമോഗ്രാം സ്ക്രീനിങ് നടത്തി നോക്കാം എന്നാവശ്യപ്പെട്ടു. പിറ്റേ ദിവസം ഉദ്ഘാടനം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവിടെ വന്ന് മാമോഗ്രാമിൻ്റെ സ്ക്രീനിങ്ങിന് വിധേയമായപ്പോഴാണ് ക്യാൻസർ രോഗബാധിതയാണ് എന്ന് അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചത്. അത് ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ സാധിച്ചതുകൊണ്ട് അതിൻ്റെ സെക്കൻഡറി സ്റ്റേജിലേക്കൊന്നും പോയിരുന്നില്ല. ആദ്യ സ്റ്റേജിൽ തന്നെ തിരിച്ചറിയാനും അതിന് ഫലപ്രദമായ ചികിത്സ നേടാനും സാധിച്ച ഒറ്റ കാരണം കൊണ്ടാണ് ഇവിടെ വെച്ച് ഈ ആശുപത്രിയിൽ വെച്ച് തന്നെ ബ്രസ്റ്റ് റിമൂവൽ സർജറി നടത്തി. കീമോതെറാപ്പി അടക്കമുള്ള ചികിത്സ തൃശ്ശൂർ ജൂബിലി വിഷ്ണു ആശുപത്രി ഡോക്ടർ മിഥുൻ ചാക്കോയുടെ നേതൃത്വത്തിൽ നടത്തി. ഇപ്പോൾ 8 വർഷം പിന്നിട്ടിട്ടും യാതൊരു പ്രശ്നമില്ലാതെ ഇപ്പോൾ വർഷത്തിലൊരിക്കൽ മാത്രം പരിശോധന നടത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിച്ചു. നാളെ എന്ത് വരും, എങ്ങനെയാവുമെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ക്യാൻസർ ഇന്നത് ഡോക്ടർ ശ്രീനാഥ് സൂചിപ്പിച്ചതുപോലെ ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു രോഗമായിട്ട് നമ്മുടെ സമൂഹത്തിൽ മാറിയിട്ടുണ്ട്. കാരണം അതിനനുസരിച്ചിട്ടുള്ള വൈദ്യശാസ്ത്ര രംഗത്ത് പല വികാസവും പ്രാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുള്ള അവസരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇരിങ്ങാലക്കുട CMS LP സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികൾ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്ത ധർമ്മരാജൻ ഉദ്ഘാടനം ചെയ്തു. CMS സ്കൂൾസ് കോർപ്പറേറ്റീവ് മാനേജർ ഫാദർ ജോൺസൺ E. ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെന്റ് ആൻഡ്രൂസ് CSI ചർച്ച് വികാരി ഫാദർ ബിജീഷ് പുളിപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പൂർവ്വ വിദ്യാർത്ഥി ദയ TS, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രാജു MS, മുനിസിപ്പൽ കൗൺസിലർ മാഗി വിൻസെന്റ്, മുനിസിപ്പൽ കൗൺസിലർ കുര്യൻ ജോസഫ്, SSG പ്രസിഡന്റ് PT ജോർജ് എന്നിവർ പ്രസംഗിച്ചു. വിദ്യ അഭ്യസിക്കുന്ന സ്ഥലമാണല്ലോ. വിദ്യ അഭ്യസിക്കുക, അറിവ് നേടുക, ജീവിതം അത് പ്രായോഗികമായ തലത്തിൽ കൊണ്ടുവരിക. ഞാൻ 10ാം ക്ലാസ് എത്തുമ്പോഴേക്കും ഏകദേശം 8 സ്കൂളിൽ എനിക്ക് പഠിക്കാൻ ഉള്ള ഭാഗ്യം ലഭിച്ചെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ ഞങ്ങളുടെ തൊടുപുഴ, ഞങ്ങളുടെ മലബാറിലെ കുടിയാറ്റക്കരായ വന്നതാണ്. കുടിയാറ്റുകോട്ടയ്ക്ക് അടുത്തൊരു സ്കൂളിൽ. മാപ്രാണം മണക്കാട്ട് ഗോപാൽജി അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 8-ന് ഇരിങ്ങാലക്കുട മുക്തിസ്ഥാനിൽ നടക്കും. ഹേമലത ഭാര്യയും ഗീതു, ഗീലേഷ് എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.